Dear students, metacarpal joint of thumb is known as options: hinge joint, gliding joint, saddle joint, ellipsoid joint. ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അത് മാത്രമല്ല, ഇത് പല പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റി പോകുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ പരീക്ഷയ്ക്കും ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യമായിട്ട് പറയുന്നത്, ജോയിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അതിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബേസ് ചെയ്താണ്. അപ്പോൾ ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ചില ജോയിൻസിന് തീരെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ചിലതിന് ലിമിറ്റഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും, ചിലത് നല്ല രീതിയിൽ മൂവ് ചെയ്യും. അപ്പോൾ ഒട്ടും മൂവ്മെൻറ്റ് ഇല്ലാത്തതിനെ നമുക്ക് സിൻആർത്രോസിസ് എന്ന് പറയാം. അപ്പോൾ ഈ സിൻആർത്രോസിസ് എന്ന് പറയുന്ന ജോയിൻ്റ് വേറെ പേരാണ് ഫൈബ്രസ് ജോയിൻറ്റ്. നിങ്ങൾക്കറിയാം, സ്കൾ ബോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒറ്റ ഒരു പീസായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് പല പീസുകൾ ചേർത്ത് വെക്കുന്നതാണ്. ആ ചേർന്ന് ഇരിക്കുന്ന ആ പോയിൻ്റാണ് സൂച്ചർ എന്നുള്ള ലേബലിൽ നമ്മൾ പിന്നീട് അറിയപ്പെടുന്നത്. അത് ഒരു തരത്തിലും ചലിക്കുന്ന സംഭവം അല്ല. പക്ഷേ ഒരു ന്യൂ ബോണിനെ സംബന്ധിച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് തലയിലൊന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയ ഒരു മൂവ്മെൻറ്റ് അവിടെ നമുക്ക് കിട്ടും. ദെൻ ആംഫി ആർത്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് മൂവ്മെൻറ്റ് അലോ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ എൻഡോവെർട്ടിബിൾ ഡിസ്ക്. അപ്പോൾ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് കുനിയാനും നിവരാനും എല്ലാം പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മൂന്നാമത്തേൻ്റെ പ്രത്യേകത നല്ല മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നതാണ്. അത് ഡയാർത്രോസിസ് എന്നറിയപ്പെടുന്നു. അതിനെയാണ് സൈനോവിയൽ ജോയിൻ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തേനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് 6ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, രണ്ടാമത്തെ ഹിഞ്ച് ജോയിൻ്റ് ആണ്, മൂന്നാമത്തെ പിവറ്റ് ജോയിൻ്റ് ആണ്, നാലാമത്തെ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്, അഞ്ചാമത് സാഡിൽ ജോയിൻ്റ് ആണ്, ആറാമത്തെ കോണ്ടൈലാർ ജോയിൻ്റ് അല്ലെങ്കിൽ എലിപ്സോയിഡ് ജോയിൻ്റ് ആണ്. ഇതെല്ലാം ഈ പേരുകൾ എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് ഒരു എക്സാമ്പിളും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിളും പഠിച്ചു വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമാവും. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബോള് ഒരു സോക്കറ്റിലിട്ട് ഇങ്ങനെ കറങ്ങുന്ന മാതിരി നിൽക്കുന്ന ഒരു ജോയിൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഹിപ്പ് ജോയിൻ്റ്, ഷോൾഡർ ജോയിൻ്റ്, ഇതാർക്കും തെറ്റാറില്ല. ഇനി വരുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിഞ്ച് ജോയിൻ്റ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കതകിൻ്റെ വിജാഗിരി അത് പോയി അവിടെ നിന്ന് നോക്കണം. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഒരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമേ അത് പോസിബിൾ ആവുന്നുള്ളൂ. നിങ്ങൾ ആ കതകിൻ്റെ വിജാഗിരി തന്നെ മൂവ് ചെയ്ത് തന്നെ നോക്കിയിട്ട് അത് മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ട് നമ്മുടെ എൽബോ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ഇതൊക്കെ ഒരു ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ് ആ ഒരു ഡയറക്ഷനിലേക്ക്. എസെൻഷ്യൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അത് കണ്ടുപഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കില്ല. അടുത്ത പിവറ്റ് ജോയിൻറ്റ് എന്നുള്ളതാണ്. പിവറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിവട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് വെച്ചാൽ ഭ്രമണപഥം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം അതിൻ്റെ ആക്സിസിൽ നിന്ന് തന്നെ കറങ്ങുന്നു. നമ്മൾ ഗ്രഹങ്ങൾ കറങ്ങുന്ന കാര്യം പറയത്തില്ലേ, അതിൻ്റെ ആക്സിസിൽ നിന്ന് തന്നെ കറങ്ങുന്ന ഒരു രീതിയാണ്. അപ്പം അത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻ്റ് ആണ്. കഴുത്തിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആയതുകൊണ്ടാണ്. ഇനി അടുത്ത കേസ് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്നാണ്. ഗ്ലൈഡിങ് എന്ന് പറയുന്ന പേര്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്ലൈഡിങ് എന്നുള്ളതാണ്, തെന്നി മാറുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, റിസ്റ്റിലും ആംഗിളിലും ഒക്കെ ഒത്തിരി ബോൺസ് ഉണ്ട്, ചെറിയ ചെറിയ ബോൺസുകളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി മാറി ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ റിസ്റ്റ് ആംഗിൾ ഏരിയയിൽ കാണപ്പെടുന്ന സ്ലൈഡിങ് ആയിട്ടുള്ള, തെന്നി മാറുന്നതായിട്ടുള്ള ജോയിൻ്റാണ് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. മറക്കരുത്, ഗ്ലൈഡിങ് എന്ന് വെച്ചാൽ തെന്നി മാറുന്നത്, സ്ലൈഡിങ് എന്ന് ഓർക്കുക. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സാഡിൽ ജോയിൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സാഡിൽ ജോയിൻറ്റ് എന്നുള്ളതാണ്. സാഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ മീനിങ് കുതിരയുടെ മുകളിൽ വരുന്ന ഇരിപ്പിടമാണ്. അപ്പോൾ ഇരുന്നിരുന്ന് അതിൻ്റെ ഇരിക്കാൻ വേണ്ടി തന്നെ അതൊരു കോൺകേവ് ഷേപ്പിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി പോലെ ഫീൽ ചെയ്യും. നമ്മുടെ ഇപ്പോൾ ബൈക്കിലും ഒക്കെ ഉള്ള സീറ്റുകൾ ഒരു കുഴി പോലെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ആർട്ടിക്കുലേഷൻ സർഫസ് പോലെ ആക്ട് ചെയ്യും ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു സർഫസിലേക്കായിരിക്കും അടുത്ത ബോൺ അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് നിൽക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ ഇതിന് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഒരു ഷേപ്പ് ഈ രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ സാഡിൽ ജോയിൻറ്റ് എന്നുള്ള പേര് പറയുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അതിൻ്റെ ഇമേജ് ഒന്ന് നോക്കിയാൽ മതി. ഒരു ഇരിപ്പിടം പോലുള്ള ഒരു ഷേപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതൊരു കോൺകേവ് സർഫസ് ആണ്. അവിടേക്കാണ് അടുത്ത ബോൺ വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫിക്സഡ് ഷേപ്പിലേക്ക് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഒരു ജോയിൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമ്പ് മാത്രമേ മൾട്ടിപ്പിൾ ഡയറക്ഷൻ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നുള്ളൂ. അതിനകത്തൊരു ഒപ്പോസിഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. തമ്പ് മാത്രമേ ബാക്കിയുള്ള ഫിംഗേഴ്സിനെ നേരെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ തമ്പ് വെച്ച് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ അത് ഓർത്തു വെക്കുക. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് കോണ്ടൈലാർ ജോയിൻ്റ് ആണ്. കോണ്ടൈലാർ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതിന് വേറെ പേരുണ്ട് എന്ന് ഓർക്കുക. അത് എലിപ്സോയിഡ് ജോയിൻ്റ് എന്നുള്ളതാണ്. ഈ കോണ്ടൈലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് നെക്കിൾ എന്നുള്ളതാണ്. നെക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? മടക്ക് എന്നുള്ളതാണ്. അപ്പം മടക്കുകൾ, കയ്യിലെയും കാലിലെയും മടക്കുകളിൽ കാണപ്പെടുന്ന ആ ജോയിൻ്റാണ് കോണ്ടൈലാർ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻ്റ് നമ്മൾ നേരെ നിവർത്തി പിടിച്ച് അതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എലിപ്സോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ഷേപ്പാണ്. എഗ്ഗിൻ്റെ ഒരു ഓവൽ ഷേപ്പ് പോലെ വരുന്നത് കൊണ്ട് ഇതിന് എലിപ്സോയിഡ് ജോയിൻ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് നമ്മൾ തമ്പൊഴികെയുള്ള ബാക്കിയുള്ള മെറ്റാകാർപ്പോ ഫലങ്കൽ ജോയിൻ്റ് എല്ലാം തന്നെ കോണ്ടൈലാർ ജോയിൻ്റ് എന്നുള്ള രീതി പറയും. പിന്നെ വേറൊരെണ്ണമാണ് ജോ എന്ന് പറയുന്നത്. ജോയിൽ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു ജോയിൻ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും, മിക്കവാറും ഉള്ള ആൾക്കാർ പഠിക്കാതെ തലേ ദിവസം വായിക്കാതെ പോകുന്ന ആൾക്കാർക്ക് തെറ്റുപറ്റി പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇത് ഇത്രയൊന്ന് പഠിച്ച് കൃത്യമായിട്ടും പോകുന്ന കുട്ടിക്ക് ഉറപ്പായിട്ട് ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ആസ്പെക്റ്റ് കൂടി പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.